ദുബായിലെ ഫസ്റ്റ് ഡേ ആണ്. വന്ന ഈ ദിവസം തന്നെ നമ്മൾ ആദ്യം പോയത് ദുബായ് ഫ്രെയിമാണ്. ദുബായ് ഫ്രെയിമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ക്രൂയിസ് ഡിന്നറിനുള്ള വണ്ടി വന്നിരുന്നു. ക്രൂയിസ് ഡിന്നർ പോകാനായിട്ട് കുറച്ച് ദൂരം പോകണം. അപ്പോൾ അതുകൊണ്ട് വണ്ടി വന്നു. വണ്ടിയിൽ കയറി നമ്മൾ ക്രൂയിസ് ഡിന്നറിനുള്ള യാത്ര തിരിക്കുകയാണ്. ദുബായ് എപ്പോഴും വിസ്മയമാണ്. ദുബായിക്ക് വരണമെന്നുള്ള ആഗ്രഹം കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദുബായിക്ക് വരാനായിട്ട് പറ്റി. അപ്പോൾ ദുബായ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം. ദുബായിക്ക് വരാനായിട്ടുള്ള ചീപ്പായിട്ട് വരാനായിട്ടുള്ള വഴികളൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ദുബായ് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം തന്നെയാണ്. നമുക്കിതെല്ലാം നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണിത്. നോക്കിക്കേ എത്ര മനോഹരമാണെന്നും ദുബായിലെ നൈറ്റ് ലൈഫ്. ദുബായ് ശരിക്കും നൈറ്റ് ലൈഫിൻ്റെ ഒരു ലോകമാണ്. ദൂരെ ബുർജ് ഖലീഫ കാണാം. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 7 മണി സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട് ഈ ഡൗൺ ടൗൺ ദുബായിലേക്ക്. അതുപോലെ അവിടെയാണ് നമ്മൾ ക്രൂയിസ് ഡിന്നറിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രൂയിസിൽ കയറിയിട്ട് കുറേ ദൂരം നമുക്ക് യാത്രയുണ്ട്. അത് ഓരോ സ്ഥലത്തുള്ള ക്രൂയിസ് ഡിന്നറും ഓരോ ടൈപ്പ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇത്തിരി ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അവിടെയാണ് നല്ല ഒരു വ്യൂ ഉള്ളത് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നോക്കിക്കേ ദുബായ് നമ്മുടെ ബുർജ് ഖലീഫ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ബുർജ് ഖലീഫയുടെ മുകളിലൊക്കെ കയറണം. ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ഇരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ദുബായിക്കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം. ഈ ആളുകളുടെ ഐഡിയയും ആളുകളുടെ ഇച്ഛാശക്തിയൊക്കെ നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നും. നമ്മളൊക്കെ എത്രയോ ചെറിയ മനുഷ്യരാണെന്നും എത്ര ചെറുതായിട്ടുള്ളവരാണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടിപൊളിയല്ലേ, നമുക്ക് മുന്നോട്ട് പോവല്ലേ.